അധ്യയന വർഷാരംഭത്തിൽ പഠനോപകരണങ്ങളുടെ വിലക്കയറ്റം തടയാൻ ഇടപെടലുമായി കൺസ്യൂമർ ഫെഡ്. എല്ലാ ജില്ലകളിലും സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പയ്യന്നൂരിൽ നടന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറക്കുന്നത്. കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സ്, സ്കൂൾ സ്റ്റേഷനറി തുടങ്ങിയവ സ്റ്റുഡന്റ് മാർക്കറ്റുകളിൽ ന്യായവിലയ്ക്ക് ലഭ്യമാകും. പൊതുവിപണിയിലുള്ള എല്ലാ ബ്രാൻഡുകളും ഒപ്പം ത്രിവേണി നോട്ട്ബുക്കുകളും സ്റ്റോറുകളിൽ ലഭ്യമാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനാണ് കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറക്കുന്നത്. പയ്യന്നൂരിൽ ആദ്യ സ്റ്റുഡന്റ് മാർക്കറ്റ് തുറന്നുകൊണ്ട് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. വിദ്യാർത്ഥികളുമെല്ലാം സ്കൂൾ തുറക്കുന്ന സമയത്ത് തങ്ങൾക്ക് പഠനോപകരണങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിലുള്ള സമ്പത്ത് സംഭരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ ഈ വിപണന കേന്ദ്രങ്ങളൊക്കെ വലിയ രൂപത്തിലുള്ള വില ഉയർത്തിക്കൊണ്ടുള്ള ചൂഷണങ്ങൾ നടത്താൻ പരിശ്രമിക്കുമ്പോൾ കൺസ്യൂമർ ഫെഡ് ആ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഉപഭോക്താക്കളെ വലിയ രൂപത്തിൽ ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു സമാന്തര സഹകരണ സ്ഥാപനമെന്ന രൂപത്തിൽ ഈ സ്റ്റുഡൻസ് മാർക്കറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വലിയ ആശ്വാസം പകരും. പയ്യന്നൂർ MLA TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡ് MD M സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും ത്രിവേണി നോട്ട്ബുക്ക് ആദ്യ വിൽപ്പന പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സലയും ത്രിവേണി കമ്പ്യൂട്ടർ ഫോം വിൽപ്പന ജോയിന്റ് രജിസ്ട്രാർ V രാമകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് 500 സ്റ്റുഡന്റ് മാർക്കറ്റുകളാണ് തുറക്കുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.